പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് പുതിയതെന്ന് പറഞ്ഞാൽ ഇത് ഈ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ കൂടിയാണ്. അപ്പോൾ ഇതൊരു എൻ്റെ പുതിയൊരു ചാനലാണ്. ഇതിനെപ്പറ്റി ഈ ചാനലിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ, അതായത് യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന പുതിയ അപ്ഡേറ്റുകളും പുതിയ ഫീച്ചേഴ്സുകളും പിന്നെ അതിൻ്റെ ഉപയോഗങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരാതെ എങ്ങനെ നിങ്ങൾക്ക് ഓഡിയോ യൂസ് ചെയ്യാം. എല്ലാവർക്കും അറിയാം, ഒരു വീഡിയോ ഒരു 100% കംപ്ലീറ്റ് ആവേണ്ടിയെങ്കിൽ അതിലൊരു ഓഡിയോ ആവശ്യമാണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഓഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ മിക്ക സ്ഥലത്തു നിന്നും ഓഡിയോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ക്ലെയിം വരാറുണ്ട്. അപ്പോൾ അത് ഇല്ലാതെ എങ്ങനെ നമുക്ക് ഒരുപാട് പുറത്ത് എക്സ്റ്റേണൽ സൈറ്റ് ഉണ്ട് കോപ്പിറൈറ്റ് വരാതെ തന്നെ ഓഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കമൻറ്റ് ചെയ്യാം. അതിനെപ്പറ്റി ഞാൻ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ ഒരു ലൈബ്രറി ഉണ്ട്. നിങ്ങൾക്ക് ഓഡിയോ ഡൗൺലോഡ് ചെയ്യാനും ഓഡിയോ കോപ്പി ചെയ്യാനും നിങ്ങളുടെ വീഡിയോയിലൊക്കെ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് യൂട്യൂബിൻ്റെ തന്നെ ലൈബ്രറി ഉണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ലൈബ്രറി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൽ നിന്നുള്ള ഓഡിയോ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരാം. പക്ഷേ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ക്ലെയിം വരാതെ എങ്ങനെ യൂട്യൂബ് ഓഡിയോ ലൈബ്രറി യൂസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനപരമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ വാവാ കല്യാണി എന്ന പേരിലുള്ള ഒരു പുതിയൊരു യൂട്യൂബ് ചാനലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഒരു സബ്സ്ക്രൈബർ ഇതിൻ്റെ അകത്തില്ല, അതുപോലെ തന്നെ വീഡിയോസ് ഒന്നും ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൽ വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ മാനേജ് വീഡിയോസ് എന്ന് കാണുന്നില്ലേ, അത് അവിടെ ക്ലിക്ക് ചെയ്യാം. മാനേജ് വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയൊരു സ്ക്രീനിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാനൽ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ സ്ക്രീൻ കിട്ടും. അതിൽ ലെഫ്റ്റ് സൈഡിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഡൗണിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മ്യൂസിക് ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഏറ്റവും താഴേക്ക് പോകാം. ഇതിൽ കാണുന്ന പോലെ തന്നെ അവിടെ ഓഡിയോ ലൈബ്രറി കണ്ടോ. ഈ ഓഡിയോ ലൈബ്രറി എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഓഡിയോ ലൈബ്രറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഓഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ തന്നെ ഓഡിയോ ലൈബ്രറി എന്ന് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ അടിയിൽ 3 ടാബ് കാണാം. ഒന്ന് ഫ്രീ മ്യൂസിക് ആണ് ഈ കാണുന്നത്. ഇത്രത്തോളം അത് അടിയിൽ പോയാൽ നെക്സ്റ്റ് അടിക്കാൻ കാണാം. അതിനുശേഷം സൈഡിൽ സൗണ്ട് എഫക്റ്റ് കാണാം. പിന്നെ സ്റ്റാർഡ്, അത് നിങ്ങൾ ഫേവറേറ്റ് ആക്കി വെക്കുന്നത്. അപ്പോൾ നമുക്ക് സൗണ്ട് എഫക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സൗണ്ട് എഫക്റ്റിൽ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. സൗണ്ട് എഫക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ താഴെ ഒരു സെർച്ച് ഫോർ ഓപ്ഷൻ കാണാം, ലൈബ്രറി. അവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ, കാറ്റഗറി, ടൈറ്റിൽ, ട്രാക്ക് ടൈറ്റിൽ, പിന്നെ ഡ്യൂറേഷൻ. അപ്പോൾ ഞാൻ കാറ്റഗറി വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്യുകയാണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാം. അലാം സൗണ്ട്, പിന്നെ ആനിമൽ സൗണ്ട്, അതുപോലെയുള്ള ഒരുപാട് ഓപ്ഷൻസ് കാണാം. അത് വെച്ച് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ആനിമലിൻ്റെ സംഭവം സെലക്ട് ചെയ്ത് ആനിമൽ സൗണ്ടിൻ്റെത് മാത്രമായിട്ട് അതിനുശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനിമലിൻ്റെ സൗണ്ട് മാത്രം ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് സോർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. ഏതാണ് അതിൻ്റെ സൗണ്ട് എന്നൊക്കെ ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം പിന്നെ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഒരു ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക്, നിങ്ങൾ ഏത് PC-യിലാണുള്ളത് അവിടെ ഡൗൺലോഡ് ആക്കിക്കോളും. ആ ഡൗൺലോഡ് ചെയ്ത് അവിടെ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അവിടത്തേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പർട്ടിക്കുലർ ഓഡിയോ നിങ്ങൾക്ക് ഏതൊരു വീഡിയോയിലും യൂട്യൂബ് വീഡിയോസിലും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം ഒന്നും കിട്ടുന്നതല്ല. അതുകൂടാതെ പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ എത്ര മിനിറ്റിൻ്റെതാണ് ഈ ഓഡിയോ എന്നതും അവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ഫ്രീ മ്യൂസിക്കിലേക്ക് പോകാം. ഓക്കെ, ഫ്രീ മ്യൂസിക് എന്ന് പറയുന്ന ആ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് മ്യൂസിക്കുകൾ കിട്ടും. നേരത്തെ കണ്ടതുപോലെ തന്നെ എല്ലാ ഓപ്ഷൻസും ഇവിടെയും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡ്യൂറേഷൻ കാണിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് നേരത്തെ ഡൗൺലോഡ് ചെയ്തതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്കിവിടെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫിൽട്ടർ, ട്രാക്ക് ടൈറ്റിൽ, അതുപോലെ തന്നെ മോഡ്, അങ്ങനെയുള്ള ഓരോ ഓപ്ഷൻ ഉണ്ട്. ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 2 മെയിനായിട്ടുള്ള ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആട്രിബ്യൂഷൻ റിക്വയർഡ്, ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
ഇത് ലൈസൻസ് ടൈപ്പ് എന്ന് പറയുന്ന ടാബിൻ്റെ താഴെ യൂട്യൂബിൻ്റെ ചിഹ്നമാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഏത് വീഡിയോക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. യൂട്യൂബ് വീഡിയോസിന് കോപ്പിറൈറ്റ് ഒന്നും വരില്ല. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ആട്രിബ്യൂഷൻ റിക്വയർഡ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് CC എന്നാണ് ആ ലൈസൻസ് ടൈപ്പ്. ഓക്കെ, അതിന് സൈഡിലായിട്ട് ഡൗൺലോഡ് എന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ CC ആണ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അവിടെ ഡൗൺലോഡ് പ്രസ് ചെയ്തു. ഡൗൺലോഡ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലൊരു സ്ക്രീനാണ് എനിക്ക് പോപ്പപ്പായി വരുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഡിയോ നിങ്ങളുടെ ഏത് വീഡിയോയിൽ വേണമെങ്കിലും, അതായത് മോണിറ്റൈസ് ആയ ചാനലായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഓഡിയോ യൂസ് ചെയ്യാം. പക്ഷേ ഇതിൽ താഴെ കാണുന്ന പോലെ നിങ്ങൾ അതിൽ ക്രെഡിറ്റ് കൊടുക്കണം. ഇതിന് ഉള്ള ലൈസൻസ്, അതായത് യൂട്യൂബിൻ്റെ ലൈസൻസ് അല്ല, പുറമേയുള്ള ഒരു എക്സ്റ്റേണൽ പാർട്ടിയുടെ ലൈസൻസാണ്. അപ്പോൾ അതിന് ക്രെഡിറ്റ് കൊടുക്കണം. അതായത് നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ അതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഏത് വീഡിയോയിലാണോ ഇത് യൂസ് ചെയ്യുന്നത് ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഈ ലിങ്ക് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ യൂട്യൂബ് എന്ത് ചെയ്യും, അതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് മേ ഓൾസോ ക്രെഡിറ്റ് ദ ആർട്ടിസ്റ്റ്. ഈ പർട്ടിക്കുലർ ആർട്ടിസ്റ്റിന് യൂട്യൂബും ക്രെഡിറ്റ് കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ വീഡിയോ വഴി. യൂട്യൂബിൽ മാത്രമല്ല, നിങ്ങൾ ഈ ഓഡിയോ പുറമേ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും, യൂട്യൂബ് അല്ലാതെ പുറമേ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതേ ആപ്ലിക്കബിൾ ആണ് എന്നാണ് പറയുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ ക്രെഡിറ്റ് അതിൽ കൊടുക്കണമെന്ന് മാത്രം നിങ്ങളുടെ വീഡിയോക്ക്. അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓഡിയോസ്, ഇതൊക്കെ നല്ല നല്ല ഓഡിയോസാണ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ച് പോകാം. ഒരുപാട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും ഇതേപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒന്നുകൂടി ഈ ആട്രിബ്യൂഷൻ റിക്വയർഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൈസൻസ് ടൈപ്പ് CC എന്ന് കാണാമല്ലോ. അവിടെ മൗസിൻ്റെ കേഴ്സർ വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ഡൗൺലോഡ് പ്രസ് ചെയ്തതിന് മുന്നേ ഇവിടെ അതിൽ നിന്നും നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ ആ വ്യൂ ഡീറ്റെയിൽസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ അതേ സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം വരാതെ നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ ഓഡിയോ ലൈബ്രറി എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ഇതിനെപ്പറ്റി ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബട്ടൺ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോകാൻ നോക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഉപകാരപ്രദമായിട്ടുള്ള യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഗാഡ്ജറ്റിൻ്റെ അൺബോക്സിങ് റിവ്യൂ ആയിട്ട് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.